വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഐറ്റം ബിന്ദു കൃഷ്ണയും സംഘവും അവതരിപ്പിക്കുന്ന കലംകൊട്ടിക്കളിയാണ്. ഫോട്ടോ സെഷൻ കഴിഞ്ഞു. അടുത്തത് അഖണ്ഡ പേരുവിളി യജ്ഞമാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരിയായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, നമ്മുടെ AICC എത്തിയ പ്രിയങ്കരനായ നിരീക്ഷകൻ കൂടിയായ MLA-യുമായ ശ്രീ രാജേഷ് അവർകൾ, നമ്മുടെ എല്ലാ മഹിളാ കോൺഗ്രസിന് വേണ്ടി പുതിയ നമ്മുടെ DCCയുടെ പ്രസിഡന്റായ ശ്രീ നെയ്യാറ്റിങ്കര സനൽ അവർകൾ. ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ അക്കൗണ്ടിലാണ് DCC പ്രസിഡന്റ് ആയത് എന്നറിയാമായിരുന്നു. എന്നാൽ നെയ്യാറ്റിൻകര സനലും മഹിളാ കോൺഗ്രസിന്റെ അക്കൗണ്ടിലാണ് DCC പ്രസിഡന്റ് ആയത് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അത് പോട്ടെ, പരിപാടി തുടരാം. സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ ആരിഫ, അജിത, DCCയുടെ ജനറൽ സെക്രട്ടറിയായ നദീറ സുരേഷ്, സുനിത വിജയൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ മായ രാജേന്ദ്രൻ, ഷേർലി, ഗ്ലാഡിസ്, ഷാമില ബീഗം, ബീന അജിത്ത്, ജയശ്രീ, ഗായത്രി, ഉഷ വിജയൻ, ജില്ലാ ഭാരവാഹികളായ അവിടെ കൂടിയ ഏതാണ്ട് എല്ലാവരെയും പേരെടുത്ത് വിളിച്ചതിന് ശേഷം നേതാവ് മൈക്ക് സ്വാഗതം പറയാനായി കൈമാറി. ഈ കൂട്ടായ്മയ്ക്ക് സ്വാഗതം ആശംസിക്കുവാനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരിയായ അമ്പി ചേച്ചിയെ ക്ഷണിച്ചോളൂ. ഞങ്ങളുടെ പുതിയ DCCയുടെ പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനൽ അവർക്ക് മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ MLA രാജേഷ് സാർ അവർക്ക് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി ശബരിനാഥ്, ഞങ്ങളുടെ പ്രിയങ്കരനായ MLA അവർക്ക് മഹിളാ കോൺഗ്രസിന്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ KPCCയുടെ സെക്രട്ടറി മണക്കാട് സുരേഷ് അവർക്ക് മഹിളാ കോൺഗ്രസിന്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. പാലോട് രംസാർ അവർക്ക് മഹിളാ കോൺഗ്രസിന്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. വിട്ടുപോയിട്ടുള്ളവർ ആരെങ്കിലും പേര് എടുത്തു പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ മഹിളാ കോൺഗ്രസിന് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആ കടമ്പയും കടന്ന ശേഷം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും കൊല്ലം DCCയുടെ പ്രസിഡന്റുമായ ബിന്ദു കൃഷ്ണ കാര്യത്തിലേക്ക് കടന്നു. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നവംബർ മാസം 8-ാം തീയതി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ഇരുട്ടിയിലാഴ്ത്തിയിട്ട് ജപ്പാനിൽ ഡ്രം അടിക്കാൻ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, താടിക്ക് തീ പിടിക്കുമ്പോ അതിൽ കൂടി ബീഡി കത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച്. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്കും പാവങ്ങളുടെ പടത്തലവനെന്ന് സ്വയം പുകഴ്ത്തി വരുന്ന പിണറായി വിജയന്റെ കാലത്ത് ഈ നാട്ടിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം റോഡിലിറങ്ങി അരിതരൂ സർക്കാരെ എന്ന് വിളിക്കേണ്ടി വരുന്നു. ആ നിലവിളി നിരീക്ഷിക്കാനായി ഹൈക്കമാൻഡ് പ്രത്യേകം ആളെ അയച്ചിരുന്നു കേട്ടോ. നമ്മുടെ AICCയുടെ നിരീക്ഷകനും MLA-യും കൂടിയായ ശ്രീ രാജേഷ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചു. இந்த போராட்டம் வாழ வேண்டும், வெல்ல வேண்டும். இதற்கு நாங்கள் துணை புரிவோம் என்று கேட்டுக்கொண்டு எனக்கு அளித்த வாய்ப்பிற்கு நன்றி கூறி அமைகிறேன். நன்றி, வணக்கம், ஜெய்ஹிந்த்.
കേരളത്തിൽ കണ്ടുപരിചയമില്ലാത്ത MLA ആണ് എന്ന് കരുതി അന്താളിക്കണ്ട. MLA കേരളത്തിലെ MLA അല്ല, തമിഴ്നാട്ടിലെ MLA ആണ്. കാരണം കേരളത്തിലെ സമരമല്ല, ഇത് അഖിലേന്ത്യാ സമരമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരിയായ അധ്യക്ഷ ശ്രീമതി സോണിയ ഗാന്ധിജിയുടെയും പ്രിയങ്കരനായ ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിജിയുടെയും നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും മഹിളാ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഇതേ സമയം ഇത്തരത്തിലുള്ള താലി മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ് പറയുന്നത്. മഹിളാ കോൺഗ്രസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പാത്രം കൂട്ടിയിട്ടുണ്ട്. കൊട്ടിപ്പാടി സേവ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ യുവജനോത്സവം. കാര്യം എന്തൊക്കെയായാലും ഫണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടിയാലും കോൺഗ്രസിന്റെ കാലാൾപ്പട ഒന്ന് ഉഷാറാവുന്നുണ്ട്. യുവജനോത്സവങ്ങളിലൊക്കെ KSU ആണ് മുന്നിൽ. അങ്ങനെ ആളില്ലാ കസേരയെ വളഞ്ഞു വെച്ച് ആ വിപ്ലവകാരികൾ പരാതി ഉന്നയിച്ചു. പോലീസിന്റെ തൊപ്പി കണ്ടപ്പോൾ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. കോഴിക്കോട് ജില്ലയിലെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാപകമായിരുന്ന അഴിമതിയുടെ ആരോപണങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതേ പറയാം, DDയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരു പോലീസുകാരെ ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് DDയെ സംബന്ധിച്ച് മറ്റ് കലോത്സവങ്ങളെ സമരങ്ങളെ കണ്ട് ഒരു തരത്തിലുള്ള പരിചയമില്ലാത്തൊരു DDയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ DDയെ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകർ ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ DDയെ കണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് ഞങ്ങൾ വരും. അതുവരെ സമാധാനപരമായി പ്രിയപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകർ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ KSUക്കാരെ പൊളിമിക്സ് വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. ആളില്ലാ കസേരയെ വളയാൻ കാരണം അതിലിരുന്ന DD മുങ്ങിയതാണ്. അദ്ദേഹത്തെ കൊണ്ടുവരുന്ന കാര്യം പോലീസ് ഏറ്റിട്ടുണ്ട്. രണ്ട് വ്യക്തികൾ പരസ്പരം സംസാരിക്കുക, അത് ആരാണ് സംസാരിച്ചതെന്ന് കറക്റ്റായിട്ട് നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. ആ വ്യക്തിയെ കണ്ടെത്തിയിട്ട് ആരാണ് കോഴ വാങ്ങിയതെന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് കൊണ്ടുവരണം. ആ കൊണ്ടുവന്ന ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജഡ്ജസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ജഡ്ജാണ് ഇവിടെ ചെയ്തതെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ ഐറ്റം മാറ്റി വേണമെങ്കിൽ പുതിയ മത്സരം തന്നെ കേൾക്കണം. പേപ്പർ എഴുതി തന്നാൽ മതി. ഇത് ഇങ്ങനെ പോലീസിന് കൊടുത്താൽ മതി.
അത് റിപ്പോർട്ട് കിട്ടട്ടെ. സാറ് അതെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നുണ്ട്. അതിന് റിപ്പോർട്ട് കിട്ടി, അത് ഇത് സത്യാവസ്ഥയാണ് എന്ന് തെളിഞ്ഞാൽ ആ ഇവന്റ് മാറ്റി നടത്താൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ഇനിയിപ്പോൾ SFIക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും KSUവിൻ്റെ ഈ സമരം വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രേഖയുണ്ടല്ലോ അവരുടെ കയ്യിൽ, രേഖ. ഇത് എന്താണ് കേരളത്തിലെ കലോത്സവങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച്? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോഴിക്കോട് കലോത്സവം സംസ്ഥാന തലത്തിൽ വളരെ പിറകോട്ട് പോകുന്നുണ്ട്. ചില ഇവന്റുകളെങ്കിലും പിറകോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റിലെ അപാകതകളാണ് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇന്ന് ഇത്തരത്തിലൊരു സമരമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കലോത്സവം മാത്രമല്ല, KSUവും പുറകോട്ട് പോവുകയാണ്. ഇത്തരം കലാപരിപാടികളിലൂടെ അവർ മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിടവേളയിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞു വന്നാൽ ചരിത്രവും പൗരധർമ്മവും പഠിപ്പിക്കുന്നത് പണ്ഡിറ്റ് AN രാധാകൃഷ്ണനാണ്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ ഇത്രയും പാണ്ഡിത്യമുള്ളൊരു രാധാകൃഷ്ണനെ വേറെ കണ്ടിട്ടില്ല. കേരളത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ DYFIയും കമ്മ്യൂണിസ്റ്റുകാരും വച്ചിട്ടുള്ള ചഗ്വേരയുടെ പടങ്ങൾ എടുത്തു മാറ്റണം. ചഗ്വര തെറ്റിയതല്ല, ചഗ്വര തന്നെ. കമ്മ്യൂണിസ്റ്റുകാർ ചെഗ്വര എന്ന് തെറ്റായി പറയുന്ന ചഗ്വര, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എന്തു ചെയ്തോ എന്തോ. ചഗ്വേര ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളാണ്. ചഗ്വേരയെ സംബന്ധിച്ചിടത്തോളം ഫിഡൽ കാസ്ട്രോ 1959 ഭരണം ആരംഭിച്ചപ്പോൾ ആ ഫിഡൽ കാസ്ട്രോവിൻ്റെ ഭരണത്തിന് കീഴിൽ ചഗ്വേര കബാന എന്ന് പറയുന്ന ആ ജയിലിൻ്റെ മേധാവിയായി നിയോഗിക്കപ്പെട്ടു. 1959 ജാനുവരി മാസം 2-ാം തീയതി മുതൽ ജൂൺ മാസം 12-ാം തീയതി വരെയുള്ള പരിമിതമായ കാലയളവിലാണ് അദ്ദേഹത്തിന് ജയിലിൻ്റെ ചുമതലയുണ്ടായത്. ആ ജയിലിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ചഗ്വേര നടത്തിയിട്ടുള്ള കിരാതമായ കൊലപാതക പരമ്പരകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ജയിലിൻ്റെ ചുമതലയല്ല, വിപ്ലവ ഗവൺമെൻറ് യുദ്ധക്കുറ്റവാളികളായി പിടികൂടിയവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് സംബന്ധിച്ചുള്ള അപ്പീൽ ട്രൈബ്യൂണലിൻ്റെ ചുമതലയായിരുന്നു. ഏതായാലും അതൊന്നും ചൂണ്ടിക്കാട്ടി പൊളിമിക്സ് ഒരു തർക്കത്തിന് നിൽക്കുന്നില്ല. രാധാകൃഷ്ണൻജി ചരിത്രം തുടരട്ടെ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ആഫ്രിക്കൻ പ്രദേശങ്ങളിലും താമസിച്ചിരുന്ന പാവപ്പെട്ട കറുത്തവർഗക്കാരോട് അങ്ങേയറ്റം പുച്ഛത്തോടു കൂടിയുള്ള സമീപനമായിരുന്നു. വൈദിക ശ്രേഷ്ഠന്മാരെ നിരന്തരമായി ജയിലിലിട്ട് കൊലപ്പെടുത്തി. ഈ പരിമിതമായ ദിവസത്തിനുള്ളിൽ അദ്ദേഹം കൊലപ്പെടുത്തിയ ഏതാണ്ട് 750ഓളം ക്രൈസ്തവ മത വിഭാഗവുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും താമസിക്കുന്ന കറുത്ത വർഗ്ഗക്കാരെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയത്. ചരിത്രപരമായ വസ്തുതകളിൽ പൊളിമിക്സ് തർക്കത്തിന് നിൽക്കുന്നില്ല. എന്നാലും ഭൂമിശാസ്ത്രം വല്ലാതെ തികട്ടി വരുന്നുണ്ട്. അതും ഇവിടെ ഉന്നയിക്കുന്നില്ല. രാധാകൃഷ്ണൻജിക്ക് തെറ്റാനിടയില്ലല്ലോ. കൊല ഒരു വലിയ കലയായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം 6 മാസം ഗർഭിണിയായ ആളെ വെടിവെച്ച് കൊന്നു. ഇത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനെ സംബന്ധിച്ചുള്ള ഒട്ടനവധി വാർത്തകൾ ഈ കാലയളവിൽ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗർഭിണികളെ കൊല്ലുന്നതിൽ വിദഗ്ധനാണെങ്കിൽ ചെഗുവേരയെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കരുത് രാധാകൃഷ്ണൻജി. ഈ ചഗ്വേരയെ സംബന്ധിച്ചിടത്തോളം ചഗ്വേര നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകളെക്കുറിച്ച്, ചഗ്വേരയുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകങ്ങളുടെ പരമ്പര, ഈ നിഷ്ഠൂരമായ പ്രാകൃതമായ കൊലപാതകം നടത്തിയിട്ടുള്ള ഒരാൾ, അയാൾക്ക് വലിയ പരിവേഷം കൊടുത്ത് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ്. പ്രഭാഷണം അങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ ക്ലാസ്സിലിരിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളിൽ ഒരാൾക്കൊരു സംശയം. ഗോദ്രയിൽ തീവണ്ടിക്ക് തീവെച്ചത് ചെഗുവേരയുടെ പടം കണ്ടിട്ടാണോ എന്ന്. അന്വേഷിക്കണം, എനിക്കറിയില്ല. നമുക്ക് നോക്കാം, അറിയില്ല.
അതെ, അത് തീവണ്ടി കത്തിച്ചിരുന്നു. അല്ല, അത് നോക്കേണ്ടതായിട്ട് വരും. ഇപ്പം എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാൻ പറ്റും. എന്നാൽ പോട്ടെ, കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കപ്പെടേണ്ടതായി ഉണ്ടോ? പടമല്ല, ആളുകൾ, വ്യക്തികൾ തന്നെ ആരെയെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ? ഇപ്പം കേരളത്തിലെ ഈ എഴുത്തുകാർ, ഇപ്പം കമൽ എന്ന് പറയുന്ന ആരാ? എനിക്ക് തോന്നുന്നത് SDP ഇതുപോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കാരണം കമൽ പിണറായി വിജയൻ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഈ ബോർഡ് ചെയർമാൻ സ്ഥാനം കിട്ടിയ. കമലിൻ്റെ ബോർഡ് ചെയർമാൻ്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേട്ടല്ലോ, രാധാകൃഷ്ണൻ ജിയുടെ അഭിപ്രായം കേട്ടല്ലോ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. രാധാകൃഷ്ണൻ ജി ഉത്തരവിട്ടതല്ല കേട്ടോ, അഭിപ്രായപ്പെട്ടതാണ്. ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ രാധാകൃഷ്ണൻ ജിക്ക് എന്തും അഭിപ്രായപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പൊളിമിക്സിൻ്റെ അഭിപ്രായം. ഞാനിതിനെക്കുറിച്ചൊക്കെ പ്രതീകാത്മകമായാണ് അഭിപ്രായ പ്രകടനം നടത്തിയത്. ഞാൻ അഭിപ്രായ പ്രകടനത്തിൽ ഞാൻ പറഞ്ഞു, അതിലേക്ക് ഞാൻ ഉറച്ചു വെക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. വീണ്ടും നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇപ്പം നമുക്ക് ചെഗുവേര എടുക്കാം. ചെഗുവേര എടുക്കണ്ട എന്നാണ് പൊളിമിക്സിൻ്റെ അഭിപ്രായം. എന്തെന്നാൽ അതൊരു കുഴഞ്ഞ കേസുകെട്ടാണ്. പലരും പലതരത്തിലാണ് ചെഗുവേരയെ കാണുന്നത്. ചെഗുവേര എന്ന് പറയുന്ന ആളിനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പല ഫ്ലക്സ് ബോർഡുകളിലും അവിടെയൊക്കെ കാണുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫിദൽ കാസ്ട്രോയുടെ മന്ത്രിസഭയിലൊരു മന്ത്രിയായിരുന്നു. ഫിദൽ കാസ്ട്രോയുടെ സ്വജനപക്ഷപാതം മടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു പോയയാളാണ്. അത് വ്യക്തമായിട്ട് ഈ കാലം തെളിയിച്ചു. ഫിദൽ കാസ്ട്രോ പോയപ്പോൾ റൗൾ കാസ്ട്രോയെ പ്രസിഡൻ്റാക്കി. അപ്പോൾ അന്നേ സ്വജനപക്ഷപാതിയാണ് എന്നുള്ളതിന് പിന്നീട് തെളിവുണ്ടായി. ചെഗുവേര അങ്ങനെ മനമെടുത്ത് പോയതാണ് അത്ര. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ പിന്നെ ദേശീയ ഗാനത്തെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് പൊളിമിക്സിൻ്റെ അഭിപ്രായം. ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ ചിലർക്ക് ചില സംശയങ്ങളുണ്ട് താനും. രാധാകൃഷ്ണൻ ജിയും പാർട്ടിയും ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഒരാളുടെ സംശയം. നിങ്ങളംഗീകരിക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കണതല്ല, ദേശീയ ഗാനത്തെ പോലുള്ളൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പത്രക്കാരും രാഷ്ട്രീയക്കാരും തമ്മിൽ വേർതിരിക്കണോ? നിങ്ങളെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ എന്നേക്കാൾ കൂടുതൽ ഒരുപടി കൂടി മുമ്പിലായിരിക്കും നിങ്ങൾ ദേശീയ ഗാനത്തെയും ദേശാഭിമാനത്തിൽ ഉള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതംഗീകരിക്കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ ഗാനം അംഗീകരിക്കാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള പ്രാഥമികമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ത്യ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനാക്രമത്തിനനുസരിച്ച് വേണം ചോദിക്കാൻ. അദ്ദേഹം പറഞ്ഞ നിലപാട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. ഇതൊരു വലിയ മതേതരത്വ രാജ്യമല്ലേ? ആ ടീച്ചറോട് ചോദിച്ചേക്കണം. BJPയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന 100% ഭരണഘടനയോട് വിധേയത്വമുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ദേശീയ ഗാനത്തെ ഞങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ദേശാഭിമാനത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്താണ് നിങ്ങൾ ചോദിക്കുന്നത്. ചൈനയുമായിട്ട് പണ്ട് യുദ്ധം ഉണ്ടായിരുന്നപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടപ്പോൾ RSSൻ്റേതായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പട്ടാളക്കാരോട് ചേർന്ന് സല്യൂട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ അഭിമാനം പ്രകടിപ്പിച്ച് രാജ്യത്തിൻ്റെ ഐക്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അതിവിടെ നമ്മൾ മാറ്റി നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഭരണഘടന ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ആളുകൾ അതിന് ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. നിങ്ങൾ ശശി ടീച്ചർ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ AN രാധാകൃഷ്ണനും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പത്രസമ്മേളനം നടത്തുന്നത്. അവരോട് ചോദിക്കണം.
ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയിൽ അനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാടുകളുണ്ട്. അത് ഭാരതത്തിൻ്റെ ദേശീയ ഗാനം, പിന്നെ നമ്മുടെ ജനഗണമന, ദേശീയ ഗീതം, ഇതൊക്കെ അംഗീകരിക്കാതെ ആർക്കും മുന്നോട്ട് പോകും. ഏതില്ല? അല്ല, ഞാൻ കേട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ശശികല ടീച്ചർ കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ എങ്ങനെ അഭിപ്രായം പറയും? കേൾക്കട്ടെ. ഇത് നമുക്കൊരു പുതിയ ഇതും കൂടി ആവാമല്ലോ. 10 മണിക്ക് എനിക്ക് ജാഥ തുടങ്ങാം. കേൾപ്പിക്കാനൊക്കെ ഇപ്പോൾ വളരെ എളുപ്പമല്ലേ? ഡിജിറ്റൽ ഇന്ത്യ ആയില്ലേ? മൻ കി ബാത്ത് കേൾക്കുന്ന പോലെ കേൾക്കാമല്ലോ. ചക്രവർത്തിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ആ കവിത രചിച്ചത് അല്ല എന്ന് രവീന്ദ്രനാഥ് പോലും പറയില്ല. പിന്നീട് പറയേണ്ടത് അദ്ദേഹം പോലും അന്തം പോയതിനെ തെരഞ്ഞെടുപ്പ്. ബ്രിട്ടീഷ് ചക്രവർത്തി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ചക്രവർത്തിയെ പ്രകീർത്തിക്കാനായി എഴുതിയ സ്തുതിഗീതമാണ് ദേശീയ ഗാനം എന്ന് പറഞ്ഞ് പാടുന്നത് എന്നാണ് ശശികല ടീച്ചറുടെ അഭിപ്രായം. ഇതിപ്പോൾ ഇത് നിങ്ങൾ ഈ കണ്ട സാധനത്തെക്കുറിച്ച് 1911 വന്നിട്ടുള്ള രചിച്ചിട്ടുള്ള ജനഗണമനയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള അഭിലാഷിൻ്റെ ചോദ്യത്തിന് മറുപടിയാണ്. ഇത് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പൊളിമിക്സിനും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഇന്ത്യ ഇപ്പോൾ സ്വതന്ത്രയാണോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തതിനാൽ ഇന്നത്തെ വ്യാഖ്യാനം ഇവിടെ നിർത്തുകയാണ്. അതാണല്ലോ ഭീരുക്കളുടെ രാഷ്ട്രീയ തന്ത്രം. വെറുപ്പിന്റെ രാഷ്ട്രീയവുമായി ഇസ്രായേൽ വീണ്ടും. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ജനത വെച്ചു പുലർത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന ഒരു സംഭവം ഈ ആഴ്ചയുണ്ടായി. എലോർ അസാരിയ എന്ന ഇസ്രായേൽ പട്ടാളക്കാരനെ കോടതി വിചാരണ ചെയ്തതായിരുന്നു അത്. മുറിവേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ആബിൽ അൽ ഫത്താഹ് അൽ ഷെരീഫ് എന്ന ഫലസ്തീനി യുവാവിനെ വെടിവെച്ച് കൊന്നു എന്നതാണ് കേസ്. ഷെരീഫിന്റെ തലയിൽ വെടിവെക്കുന്ന ദൃശ്യം ചിത്രീകരിച്ച് അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. പക്ഷേ മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തിയിലൂടെ ഇസ്രായേലുകാരുടെ ആരാധ്യ പുരുഷനായി എലോർ മാറുന്നതാണ് പിന്നീട് കണ്ടത്. കേസ് പരിഗണിച്ചപ്പോൾ ഇസ്രായേൽ കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളുടെ വൈകാരിക പ്രകടനങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് എലോർ അസാരിയ എന്ന മനസാക്ഷിയില്ലാത്ത പട്ടാളക്കാരനെ പിന്തുണയ്ക്കുന്നവരുടെ മനസ്സ്.